നമസ്കാരം. മഹാഗണപതി സർവരെയും അനുഗ്രഹിക്കട്ടെ. ക്ഷേത്ര ദർശനം പതിവാക്കരുത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേരത് കണ്ടു, ഒരുപാട് പേരത് അംഗീകരിച്ചു. അതിലൊരുപാട് സന്തോഷം. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 10-12 പേര് അതിന് എതിരായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, അത് തന്നെ തെറ്റാണ്. വിശ്വാസം അവനവൻ്റേതാണ് അല്ലേ? ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെയും, ഇനി തെറ്റിദ്ധാരണയാണെന്ന് തന്നെ വയ്ക്കും, അങ്ങനെ പറഞ്ഞാൽ തന്നെയും നിങ്ങൾ എന്തിനാ അത് കേൾക്കാൻ പോകുന്നത്? വിശ്വാസം അവനവൻ്റേതാണ്. ഇതുതന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. നിൻ്റെ വിശ്വാസം നിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മറ്റാരും അടിച്ചേൽപ്പിക്കാതോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. നിനക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുന്നെങ്കിൽ നീ ക്ഷേത്രത്തിൽ പോവുക, തൊഴുക. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇരുട്ട് മുറിക്കകത്ത് ഒരു നിലവിളക്ക് കത്തിച്ച് അതിനകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കരുത് എപ്പോഴും. ഒരിക്കലും ധനം ലഭിക്കില്ല, ഒരിക്കലും പണം ലഭിക്കില്ല. നീ ആ ഇരുട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാ, അപ്പോൾ നിനക്ക് ജോലി തരാം, കർമ്മം. ആ കർമ്മം നീ ചെയ്യും, അപ്പോൾ ഫലം കിട്ടും. നിന്റെ ഭഗവാൻ നിന്നിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ഇതാണ് കൃഷ്ണൻ്റെ വചനമെന്ന് പറയുന്നത്. ദൈവകൽപ്പനകളും അങ്ങനെ തന്നെയാണ്. ഒരു ദൈവങ്ങളും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നില്ല, സ്ഥിരമായി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം, അവിടെ വന്ന് വഴിപാടുകൾ നടത്തണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകൂ എന്ന് പറയുന്നില്ല. അത് സ്വാർത്ഥതയാണ്. നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥത എടുത്ത് ഭഗവാനെ പോയി കാണുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകുമോ? ഈ എന്നെ വിമർശിച്ച ആൾക്കാരോട് ചോദിക്കുന്നു, നിങ്ങൾ സ്വാർത്ഥത കൊണ്ടാണ് പോകുന്നത്, അല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ സംതൃപ്തിക്കോ ഒരു സമാധാനത്തിനോ ആശ്വാസത്തിനു വേണ്ടിയല്ല പോകുന്നത്. ക്ഷേത്രത്തിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടതിൻ്റെ പ്രശ്നമാണ്. ദൈവവിശ്വാസികളെ എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങളുടെ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നിസ്വാർത്ഥമായി, അതായത് സ്വാർത്ഥതയില്ലാതെ ഭഗവാനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസം എന്തായിരുന്നാലും മാറ്റിത്തരും. നീ പോലും ആഗ്രഹിക്കാതെ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരും. ഇതാണ് ഭഗവാന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇനി ഈ നിലവിളക്ക് വീട്ടിൽ കത്തിക്കും. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പല വീടുകളിലും വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ദോഷങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഈ വിളക്ക് കത്തിക്കുന്നത് തെറ്റായ സ്ഥാനങ്ങളിലാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക്. ഈ നിലവിളക്ക് കത്തിക്കുന്നത് ശരിയായ സ്ഥാനത്തല്ല എങ്കിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ടാകും, ഒരുപാട് കഷ്ടതകളുണ്ടാവും. സാമ്പത്തികപരമായിട്ട് ക്ഷയനാവസ്ഥ, അതായത് ക്ഷയിക്കും, രോഗങ്ങൾ വിട്ടുമാറില്ല, കുടുംബകലഹം, നിസ്സാര കാര്യങ്ങൾ മേൽ കുടുംബകലഹം, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ നിലവിളക്ക് എവിടെയാണ് നിലവിളക്ക് കത്തിക്കേണ്ടുന്നത്? വീടിൻ്റെ ഏത് ഭാഗത്താണ്, ഏത് സ്ഥാനത്താണ് കത്തിക്കേണ്ടത്? എല്ലാവരും കന്നിമൂലയിലാണ് വിളക്ക് കത്തിക്കാൻ ഏറ്റവും കൂടുതൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ പൂജാമുറി വെച്ചാലും കന്നിമൂലയിലായിരിക്കും വയ്ക്കുന്നത്, പുറത്ത്. എൻ്റെ അഭിപ്രായത്തിൽ കന്നിമൂലയിൽ പൂജാമുറി വയ്ക്കരുത്, കന്നിമൂലയിൽ വിളക്ക് കത്തിക്കരുത്. അത് പറയാനുള്ള കാരണമുണ്ട്. ഇനി ഇതിലും വിമർശനം എടുക്കുന്നവരുണ്ടാവും, തർക്കമുണ്ടാവും. ആ തർക്കിക്കുന്നവരടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ തർക്കിച്ചോളൂ,
എനിക്കെതിരെ വിമർശനം നടത്തിക്കോളൂ. പക്ഷേ വിമർശനം നടത്തിയാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നു, തിരിച്ച് മറുപടി ശരി ഏത് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതുക. അല്ലാതെ വിമർശനമല്ല പാടില്ല കേട്ടോ. അപ്പോൾ ഈ കന്നിരാശിയിൽ, ഒരു വീടിൻ്റെ കന്നിരാശിയിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗം, അവിടെ ശയനമുറിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശയനമുറിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ശയനമുറി അവിടെ വരുമ്പോൾ പ്രാധാന്യം, വീടിൻ്റെ പ്രാധാന്യം ശയനമുറിക്ക് വരുമ്പോൾ പൂജാമുറിക്ക് സ്ഥാനം അവിടെ ഇല്ല. കന്നിരാശി എന്ന് പറയും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഈ കന്നിമൂല ഭാഗത്ത് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അല്ലെങ്കിൽ പുറമേ പൂജാമുറി സ്ഥാപിക്കുന്നവർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പരീക്ഷണങ്ങൾ കൂടുതലാണ് ഭഗവാന്റെ. അതെന്താ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഭാഗം ഏതെന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. അതായത് വടക്ക് കിഴക്കേ മൂല, വടക്ക് കിഴക്കേ ഭാഗം. ഇപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗമാണ്. ഈ വടക്ക് കിഴക്കേ മുറിയിലാണ് ഇപ്പോൾ ഈ പൂജാമുറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വടക്ക് കിഴക്കേ ഭാഗത്താണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ പൂജാമുറി. ഇവിടെ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി വരും, യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഈ വടക്ക് കിഴക്കേ ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ, കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ മേടൻ രാശിയാണ്. മീനം കഴിഞ്ഞ് മേടൻ രാശി. അതായത് നിങ്ങൾ വീട് കിഴക്കോട്ടാണ് ദർശനമായിരിക്കുന്നെങ്കിൽ കിഴക്ക് ഭാഗത്ത് ചുവര്, അതിൻ്റെ വടക്ക് കിഴക്കേ മൂല കഴിഞ്ഞ് അടുത്ത വലത്തേക്ക്, അതായത് തെക്കോട്ട് നീങ്ങണം. തെക്കോട്ട് നീങ്ങുമ്പോൾ അടുത്ത പദമാണ് മീനൻ രാശി എന്ന് പറയുന്നത്. അപ്പം എന്നിട്ടും ആകാത്തവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ആ വീടിൻ്റെ കിഴക്കേ ഭാഗത്തെ ചുവരിൻ്റെ ദീർഘത്തെ മദ്യം എടുക്കണം, പകുതി. ആ പകുതി ആണ് മേടൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കത്തിക്കാം. അത് കൃത്യമായിട്ട് മധ്യഭാഗം കത്തിക്കാൻ പാടില്ല, കുറച്ച് മാറ്റി അല്പം വടക്കോട്ട് നീക്കി നിലവിളക്ക് കത്തിക്കാം. ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ അപ്രകാരം തന്നെ ഇതുപോലെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വയ്ക്കുക. ഈ ഫോട്ടോയൊക്കെ നിത്യവും നിങ്ങൾ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നിലവിളക്ക് കത്തിക്കാൻ. നിലവിളക്ക് ഇതുപോലെ എന്നും നിത്യവും തേച്ച് കഴുകി വൃത്തിയാക്കി കത്തിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ഒപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക. അത് നിത്യവും പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിത്യവും പോയി കഴിഞ്ഞാൽ, ഞാൻ അതാ പറഞ്ഞത്, നിത്യവും നമ്മൾ പോകുമ്പോൾ അവിടെ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. നമ്മുടെ ഭവനത്തിൽ നിത്യവും നിലവിളക്ക് കത്തിക്കുമ്പോൾ അവിടെ പരീക്ഷണം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഭവനത്തിനകത്ത് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്ക് കത്തിക്കുകയാണ്. മഹാലക്ഷ്മി അവരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇരിപ്പിടമാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ ഭഗവാനെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ എനിക്ക് അറിയാവുന്ന. ഇനി എനിക്കെന്ത് തെളിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ തെളിവെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് വെറുതെ പറയുന്നതല്ല. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ വർഷങ്ങളോളം ഞാൻ പോയി ഓരോന്ന് കാണുകയും കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് പറയുന്നില്ല, വെറുതെ പറയുന്നതല്ല. ഒരാളുടെ ജീവിതം നമ്മൾ വെച്ച് പന്താടാൻ തയ്യാറല്ല. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ പലരും ചെയ്യുന്നത്. പലരും ശരിയായിട്ടുള്ള കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കറിയില്ല, അതിനെ വെച്ചുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ആ വീടിൻ്റെ ഏതെങ്കിലും ഭാഗം ഇടിക്കാൻ പറയുക, എന്നിട്ട് പുനർനിർമ്മാണം നടത്തുന്നു. ഇതൊന്നും വേണ്ട, അനാവശ്യമായിട്ടും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും
ഒരു വ്യക്തി വന്ന് നമ്മളുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് അടിക്കുന്നു, നമുക്ക് വേദനിക്കില്ലേ? അതുപോലെ തന്നെയാണ് വീടെന്ന് പറയുന്നത്. ഗൃഹനായകനെ ചൊല്ലിയാണ് വീടുകൾ എപ്പോഴും പറയുന്നത്. വീടിൻ്റെ സ്ഥാനത നടത്തുന്നത്, കട്ട്ള വയ്ക്കുന്നത്, പാലുകാ ചടങ്ങ്, ഇതെല്ലാം ഗൃഹനായകനെ ചൊല്ലിയാണ് പറയുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വാസ്തുശാസ്ത്ര പ്രകാരമായിരുന്നാലും നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടാകും. ഇനി ഈ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ചെറിയ മാറ്റങ്ങൾ അങ്ങനെ വന്ന് നിങ്ങൾക്കൊരു ആശ്വാസം വരുന്നുണ്ടെങ്കിൽ, അത് വലുതിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളത് പ്രശ്നം വെച്ച് നോക്കണം. കാരണം മറ്റെന്തെങ്കിലും പ്രശ്നം ആ ഭവനത്തിനുണ്ടാവും, അല്ലെങ്കിൽ ആ വസ്തുവിനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കുണ്ടാവും. അതിന് പരിഹാര കർമ്മം ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ എൻ്റെ മൂർത്തികളോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.